ഗ്രീറ്റിംഗ്സ് ആൻഡ് വെൽക്കം ടു A3 ജനറേഷൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുളകിട്ട കോഴിയാണ്. മുളകിട്ട കോഴി എന്ന് പറഞ്ഞാൽ ചില്ലി ഫ്ലേക്സ്. അപ്പം അതിനായിട്ട് ഞാനൊരു 3/4 kg ചിക്കൻ കഴുകി വാരി എടുത്തിട്ടുണ്ട്, വെള്ളം കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ ഉള്ളി അല്ലെങ്കിൽ 2 ചെറിയ സവാള, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പകുതി സവാളയും പകുതി കൊച്ചുള്ളിയുമായിട്ട് എടുക്കാം. ഇതിപ്പോൾ ഞാൻ മുഴുവനായിട്ടും സവാളയാണ് എടുത്തിരിക്കുന്നത്, നല്ല വലിപ്പമുള്ളത്. പിന്നെ തേങ്ങ കൊത്തിയത്, അതിൻ്റെ പുറകിൽ ചവറൊക്കെ കളഞ്ഞിട്ടുണ്ട്, അതൊരു കുറച്ച്. പിന്നെ വെള്ളുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഒരു 4-5 വെള്ളുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചിയും കുറച്ച് കറി ലീവ്സ്. അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ്. നിങ്ങൾക്ക് എരിവില്ലാത്ത ചില്ലി ഫ്ലേക്സ് ആണെങ്കിൽ കുറച്ചധികം ഇടാം. അപ്പോൾ കളറുള്ളതാണെങ്കിൽ മഞ്ഞൾ കുറച്ചിടുക. ഇപ്പോൾ കളറില്ലാത്ത മുളകാണ്, നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ട് ഞാൻ കളറിന് വേണ്ടി മഞ്ഞൾ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഗരം മസാല ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഞാൻ ഇന്ത്യൻ സ്പൈസസ് ആയതുകൊണ്ട് ഗരം മസാല ചേർത്തിട്ടുണ്ടെന്നുള്ളൂ. ഇപ്പോൾ ചില്ലി ഫ്ലേക്സ് ആവശ്യത്തിന് നിങ്ങളുടെ എരിവ് അനുസരിച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആൻഡ് 1/4 ടീസ്പൂണിൽ കുറച്ച് കൂടുതൽ ഗരം മസാല എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ്, നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ എണ്ണ ഇടാം. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് നെയ്യാണ് ഇടാൻ പോകുന്നത്. ഒരു 1 ടീസ്പൂൺ എന്ന് പറയാം, ഓർ 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ എണ്ണ ഇടാം കേട്ടോ. ഇതെല്ലാം കൂടി നല്ലപോലെ യോജിപ്പിക്കുക. ഇത് സിമ്പിൾ കറിയാണ്. ചെറുപ്പക്കാർക്കാണെങ്കിലും ബാച്ചിലേഴ്സായിട്ട് സ്പിൻസ്റ്റേഴ്സായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്കുള്ള ഈസിയസ്റ്റ് റെസിപ്പീസാണ് ഞാൻ കൂടുതലും ചെയ്യാറ് കേട്ടോ. ഇപ്പം നമ്മളിങ്ങനെ ചിക്കൻ പുരട്ടി ഒരു 5 മിനിറ്റ്സ് വെച്ചു. അധികം നേരമൊന്നും വെച്ചിട്ടില്ല, 5 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ഇങ്ങനെ തന്നെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ചിലവർ ഇത് കുക്കറിൽ വെക്കാറുണ്ട് കേട്ടോ. പക്ഷെ കുക്കറിൽ വെക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ചെറിയ തീയിൽ കുറേ നേരം കിടന്നത് വെന്ത് വറ്റുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. എൻ്റെ ചാനലിൽ ഒത്തിരി വീഡിയോസ് ഇതുപോലത്തെ കിടപ്പുണ്ട്. നിങ്ങളതിൽ പോയി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻസും തരിക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിലേക്ക് ഇതൊന്ന് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഇതിൽ ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല, പക്ഷെ എന്നാലും അതിൽ വെള്ളമുണ്ട്. അതിൽ തന്നെ കുറേ നേരം കൂടെ കിടന്ന് നേരിയ തീയിൽ വെന്ത ചാറ് വറ്റുമ്പോഴേക്കും കറി റെഡിയാവും. കുറച്ച് നേരം കൂടി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നമ്മളുടെ കറി വെന്തു വറ്റിയിട്ടുണ്ട്. ഇനി ഇതിന് ഇച്ചിരി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വെച്ചൊന്ന് വരട്ടിയെടുക്കാം. ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചത്. അധികം വേണ്ട, കുറച്ചെണ്ണ. അത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ആ എണ്ണയിലിരുന്ന് ഒരു 2 മിനിറ്റ് ഇരുന്നതൊന്ന് വഴന്നു വിട്ട കേട്ടോ. നമ്മളുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ്,